നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് മടക്കാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നോക്കണേറ്റ് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 മുട്ട നന്നായിട്ടൊന്ന് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 3 മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കത്തിയോ അല്ലെങ്കിൽ ഫോർക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്ത് വെച്ചിട്ടായാലും അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അത്ര ചെറിയ പീസാക്കണ്ട, എന്ന് വെച്ചാൽ അത്ര വലുതാക്കണ്ട. ഇതിലൊക്കെ കാണുന്ന പോലെ തരത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. അങ്ങനെ 3 മുട്ടയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് വെച്ച പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല, നിങ്ങൾ ഉപയോഗിക്കണ ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചമുളകും ഒരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ സവാള ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ സവാള നന്നായിട്ട് വഴറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 6-7 മിനിറ്റൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് മറ്റു പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കി അല്ലെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കുക ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിനായിട്ട് ഇതിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, അതായത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. എന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മൂത്ത മണം വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളിതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ പേരിന് മാത്രം ഒന്ന് ചേർത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയും കുട്ടികളൊക്കെ ഇത് കഴിച്ചു, പക്ഷേ എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കുക. അങ്ങനെ പൊടികളൊക്കെ വഴണ്ടിട്ട് നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് ഏകദേശം ഒരു 30-35 സെക്കൻഡോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയാൽ മതിയാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി മതിയാവും ഇതിന്. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതി. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് ഒന്ന് പാകമായി വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലോട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയൊക്കെ മുട്ടയിലാവണ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് യോജിച്ച ശേഷം നിങ്ങൾ ഇതിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പൊന്നും ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് അങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മല്ലിയിലൊന്ന് ചെറുതായിട്ട് ആ ചൂടുകൊണ്ടൊന്ന് വാടി വരട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ മല്ലിയിലയുടെ കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൽ എരിവൊക്കെ നോക്കാം. എരിവ് നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലെ മസാല, അതായത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ചെറിയ ബ്രെഡാണ്. അപ്പോൾ അതിൻ്റെ 4 സൈഡും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ബ്രൗൺ കളറിൽ കാണുന്ന അതും നമുക്ക് വേണ്ട. അപ്പോൾ അതൊന്ന് കളഞ്ഞേക്കാം. നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് അങ്ങനെ എടുക്കാനായിട്ട് പിന്നീട് എന്തെങ്കിലും ആവശ്യമൊക്കെ വരികയാണെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തണ റോളർ ഉപയോഗിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം ഇതിൽ കാണുന്ന പോലെ ഒന്ന് പയ്യെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നല്ല ബലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കാണിക്കുന്ന പോലെ തന്നെയാട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡ് ഇങ്ങനെ നല്ല കനം കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒന്ന് മാവൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മൈദ എടുത്താലും മതി. ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. നല്ല ലൂസാവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഈ ഒരു കട്ടിക്ക് എടുത്താൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാൻ പറഞ്ഞത്. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് പരത്തി വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് എടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ഇല്ലേ, മുട്ട വെച്ചിട്ടുള്ളത്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കണമെങ്കിൽ ഈ ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അറ്റത്തൊന്ന് ഈ മാവ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ എനിക്ക് ഇത് കുഞ്ഞു ബ്രെഡായി കാരണം അങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ബ്രെഡാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് മടക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങളിത് ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ബ്രെഡിലും ഈ മസാല വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്ക റെസിപ്പികളും ഇത്ര അളവിന് ഇത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് പറയാറില്ലേ, അതുപോലെ ഇതിന് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നില്ല. ഇനി ഓയിൽ നന്നായി ചൂടായതിന് ശേഷം, അതായത് ചൂടായാൻ അറിയാനായിട്ട് നിങ്ങൾ 1-2 ബ്രെഡ് ഒന്ന് തരികളൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് അർത്ഥം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതേ കണ്ടില്ലേ, ഓരോ സൈഡും പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അത്രയധികം ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും. അതുകൊണ്ടൊന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. പുറമേ ആ ബ്രെഡിൻ്റെ കളറൊന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വന്നാൽ മാത്രം മതിയാവും. കാരണം ഉള്ളിൽ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ വേവാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബ്രെഡിൻ്റെ കളർ മാറുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഇത്രയും കളർ ആവണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പെട്ടെന്ന് ആ ക്യാമറ ഒന്ന് നോക്കി വന്നപ്പോഴേക്കും പെട്ടെന്നൊന്ന് മറിച്ചിടാന്ന് വൈകി, അതുകൊണ്ടാണ് കളറായത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ ഇപ്പോൾ കളർ കുറഞ്ഞതുണ്ട്. ആ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങുന്ന ദിവസങ്ങളിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്താലൊക്കെ മതി കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി കമൻസിലൂടെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബായ്.